Hi, Namaste, welcome back to my channel. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് 30 മിനിറ്റ്സ് ഉപയോഗിച്ചാൽ നമുക്ക് സ്റ്റോക്കുകളിൽ നമുക്ക് ഹ്യൂജ് റിട്ടേൺസ്, അതായത് നമുക്ക് പല സ്റ്റോക്കുകളിലും നമുക്ക് വൺ സൈഡ് മൂവ്മെന്റ് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് കുറച്ച് ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം ഈ ആഴ്ച പെർഫോമൻസ് വന്ന സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി നല്ല പെർഫോമൻസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം അതായത് 29 തുടങ്ങി മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. 11 പോയിന്റ് ഇപ്പോൾ കയറി നിൽക്കുവാണ്. അതേപോലെ ഐഷ്യൻ മോട്ടോഴ്സ് ഒരു മാസമായിട്ട് കഴിഞ്ഞ മാസം 1-ാം തീയതിക്ക് തുടങ്ങിയുള്ള ഒരു കയറ്റം തുടങ്ങി. ഇപ്പോഴും ഐഷ്യൻ മോട്ടോഴ്സ് ആയിട്ട് പോയിട്ടില്ല, അപ് ട്രെൻഡ് ആണ്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമുക്ക് ലാസ്റ്റ് 6170 ഒരു ബ്രേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഹ്യൂജ് റിട്ടേൺസ് കയറിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ഇപ്പോൾ 6371 നിൽക്കുന്ന നല്ല റിട്ടേൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഗെയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇന്ന് മാർക്കറ്റ് മോർണിംഗിൽ ഒരു അപ്റ്റൻഡ് കയറാൻ നോക്കിയത് കയറാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങുമായിരുന്നു. നല്ലൊരു 2-3 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ട്, നല്ല ട്രെൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് 173 കയറി അപ്രോക്സിമേറ്റ് നമുക്ക് 181 വരെ പോയിട്ടുണ്ട്. ഈ 2 ദിവസം നല്ല റിട്ടേൺസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ എവറഡി അങ്ങനത്തെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. പിന്നെ അതേപോലെ മാരുതിയൊക്കെ കുറച്ച് മാസങ്ങളായിട്ട് കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇതേപോലത്തെ കുറേ സ്റ്റോക്കുകൾ നമുക്ക് ആക്ച്വലി 30 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലൂടെ നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. അംബുജ സിമെന്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൗൺ ആയിരുന്നു, കുറച്ച് മാസങ്ങളായിട്ട് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് മാർക്കറ്റ് കയറിയിട്ട് ഇന്നലെ നല്ല ഹ്യൂജ് റിട്ടേൺസ് ആയിരുന്നു. നമുക്ക് 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്ക് പൈസകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ നല്ല രീതിക്ക് കയറി പോയിട്ടുണ്ട്. 2 ടാർഗറ്റ് ഇന്നിപ്പോൾ രാവിലെ ഹിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല റിട്ടേൺസ് ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനകത്ത് എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നതിൽ നമ്മളൊരു കാര്യം ചെയ്ത് വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയറിലെ സ്കാനർ, അതായത് മോർണിംഗിൽ നമുക്ക് ഇപ്പോൾ ട്രേഡ് പോകുന്ന സ്റ്റോക്കിൽ തിരിച്ചറിയ സ്കാനർ, അപ്പോൾ അതിന് സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രം സെലക്ട് ചെയ്യുക. ഒരുപാട് സ്റ്റോക്കിൽ സെലക്ട് ചെയ്യാറ് അത്യാവശ്യം ഒരു വോളിയം പോകുന്ന ഒരു 10-20 സ്റ്റോക്കിൽ മാത്രം വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ച് നമുക്ക് അതിൽ നമുക്ക് സ്കാനർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല റിട്ടേൺസ് ഏത് സ്റ്റോക്കിലാണ് നമുക്ക് ട്രെൻഡിങ് പോകുന്നതെന്ന് തിരിച്ചറിയും. ഇപ്പോൾ TVS മോട്ടോഴ്സ് ഇതേപോലെ തന്നെ കഴിഞ്ഞ സ്വിംഗ് ട്രേഡിംഗിൽ 1 hour വെച്ച് നോക്കിയാൽ നല്ല റിട്ടേൺസ് ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നത്. നല്ല ഹ്യൂജ് അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല റിട്ടേൺസ് ആണ്. 30 മിനിറ്റ്സ് നോക്കിയാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. ഇപ്പോൾ 3305 കയറി പോയത് ഇപ്പോൾ 3400 റണ്ണിങ്. ഇപ്പോൾ നല്ലൊരു റിട്ടേൺസ് ആയിരുന്നു. ലാസ്റ്റ് പോയ 2-3 ദിവസം ബ്രേക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ലാസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ട്രേഡുകളിൽ നിന്ന് നമ്മൾ നല്ല റിട്ടേൺസ് ഇട്ട സ്റ്റോക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ടൈമിൽ, അതായത് ട്രേഡിംഗ് ബ്രേക്ക് ഔട്ട് പോകുന്ന കറക്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന് ഫസ്റ്റ് നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ വോളിയം പോകുന്ന മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ട് സ്കാനർ സെറ്റ് ചെയ്താൽ മോർണിംഗിൽ ട്രെൻഡിങ് പോകുന്ന സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് പോകുന്ന, അതായത് ഇപ്പോൾ ഇതുപോലെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് പോകുന്ന സ്റ്റോക്കുകൾ തിരിച്ചറിയാം. അതേപോലെ ബജാജ് ഓട്ടോ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമുക്ക് നല്ലൊരു ട്രെൻഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പോയത് സ്ട്രോങ് ബ്രേക്ക് ആയിരുന്നു. ഈ ബജാജ് ഓട്ടോയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് വന്ന ട്രേഡ് 29th വന്ന സിഗ്നൽസ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് പോയ ബ്രേക്ക് ഔട്ട് ആണ്. അപ്പോൾ 8765 ബ്രേക്ക് ഔട്ട്, സ്ട്രോങ് ബ്രേക്ക് ആണെന്ന റെസിസ്റ്റൻസ് നമുക്ക് അവിടെ കാണുമ്പോഴേ അറിയാം. നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസും ബൈസും ഒരുമിച്ച് വന്നാൽ അവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിലാണ് ട്രേഡ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ബൈ വന്ന ശേഷം ആ താഴെ ഗ്രീൻ വന്നപ്പോഴത്തേക്ക് അവിടെ ഹോളോ ക്യാൻഡിൽസ് ആയി. അവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ റെഡുമായി. അപ്പോൾ ട്രേഡ് വന്നിട്ടില്ല. പിന്നെ നമുക്ക് കൺഫർമേഷൻ വന്ന് നമുക്ക് ഒരുമിച്ച് വന്ന് ബ്രേക്ക് ഔട്ട് പോയി. ഈ രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് പോയിട്ടുണ്ട്. അവിടെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒറ്റയടിക്ക് കയറിയിട്ടുണ്ട്. പിറ്റേ ദിവസം കയറി. ഇപ്പോൾ ഇന്നലെ കുറച്ച് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ പിന്നെയും കയറിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ആയിരുന്നു. 359 പോയിന്റോളം കയറി നിൽക്കുകയാണ്. ഹ്യൂജ്, അതായത് സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് അവിടെ തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് ഏത് മാർക്കറ്റിൽ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ബെല്ലിന്റെ പെർഫോമൻസ് നോക്കിയാൽ ഗ്രീൻ കളർ അപ്പാരോ ലാസ്റ്റ് വന്ന ബൈ ട്രേഡ് ആണ് നമുക്ക് ഇവിടെ മേളിൽ കൊടുത്തിരിക്കുന്നത്. 10:55 29th അതിന്റെ എൻട്രി പോയിന്റ് ഉണ്ട്. ടാർഗറ്റ് 1st 2nd 3rd. അപ്പോൾ ഇതിലെ സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ താഴത്തെ ക്യാൻഡിലും മേളത്തെ ക്യാൻഡിൽ, അതായത് ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാർ ഒരുമിച്ച് വന്നാൽ അടുത്ത ഞങ്ങൾ ട്രേഡ് എടുക്കാം. അവിടുന്ന് ഗ്രീൻ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഇതിന് ഇടയ്ക്ക് പോകുന്ന ഒരു ചെറിയ ട്രെൻഡിൽ തന്നെ, അതായത് റെഡ് ആവുന്നതിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ട്രേഡ്, അതായത് നമുക്ക് ട്രേഡ് ഇപ്പോൾ നമ്മൾ അവിടെ എടുത്തില്ലെങ്കിൽ അടുത്ത ട്രേഡ് ആ റിട്രേസ്മെന്റ് തിരിച്ച് ഡിപ്പിൽ വരുമ്പോൾ നമുക്ക് പിന്നെയും അടുത്ത ബ്രേക്ക് പിടിക്കാം. അവിടെ നമുക്ക് താഴെ ഗ്രീൻ ആണ്, നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഇടയ്ക്ക് ട്രേഡ് എടുക്കണമെന്ന് നമുക്ക് മാർക്കറ്റ് തിരിച്ച് റിട്രേസ്മെന്റ് 2ാം ട്രേഡ് പോകുമ്പോൾ റീ എൻട്രി ലെവൽ ഇവിടെ തരികയും ചെയ്യും. അപ്പോൾ അവിടെ റീ എൻട്രിക്ക് വേണ്ടി നമുക്ക് അടുത്ത ട്രേഡ് എടുക്കും. പിന്നെ രാവിലെ ബെല്ലിൽ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഒറ്റ ബ്രേക്ക് ഔട്ട് പോയ ശേഷം
പിന്നെ ഒരു ഡിപ്പായിരുന്നു, അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു പോയി. അപ്പൊ ഇവിടുന്ന് ട്രേഡ് നമുക്ക് ആക്ച്വലി നമുക്ക് പിടിച്ചവർക്ക് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം. പക്ഷെ അല്ല, എക്സിറ്റ് ചെയ്യണം നമ്മുടെ സോഫ്റ്റ് പറയുന്നില്ല. കാരണം ബൈ സൈഡ് തന്നെയാണ്, താഴെ ഗ്രീൻ ആയ സ്ഥിതിക്ക് നമുക്കത് ഹോൾഡ് ചെയ്യാം. അവിടെ നമുക്ക് ധൈര്യമായിട്ട്, കാരണം സോഫ്റ്റ് അവിടെ സെല്ല് പറയുന്നില്ല. അപ്പൊ സെല്ല് നമുക്ക് തിരിച്ചു കയറും തന്നെയാണ് അവിടെ ചാൻസ് പറയുന്നത്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. എക്സ്ട്രാ കളർ വരുമ്പോൾ മാത്രം എക്സിറ്റ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസും ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്.